ബഹുമാന്യനായ ഞാൻ നേരത്തെ പറഞ്ഞ പ്രമോദ പ്രാർത്ഥനയ്ക്ക് ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആദരവാണ് പുഷ്പചക്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് മന്ത്രിമാർ അടങ്ങുന്ന ചീഫ് സ്ഥിതിക്ക് അത് വ്യക്തമാക്കുന്നുണ്ട്. അതിലേക്ക് അത് കേൾക്കാം. വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ, ബഹുമാന്യനായ പാർലമെന്ററി കാര്യ പഞ്ചായത്തി രാജ് വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ്, ജില്ലാ കലക്ടർ മേഘശ്രീ IAS, ശ്രീ IC ബാലകൃഷ്ണൻ MLA, മുൻ മന്ത്രി ശ്രീ സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാധാ രാമസ്വാമി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവി ശ്രീ ടി നാരായണൻ, പ്രിയപ്പെട്ട IG ശ്രീ സേതുരാമൻ, HML GM ശ്രീ ബിനിൽ ജോൺ, കൽപ്പറ്റ MLA ടി സിദ്ദീഖ് അവരോട്, ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജു, ബഹുമാന്യനായ ADGP MR അജിത് കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ നാസർ, ശ്രീ രാജു ഹെജമാടി, ആദ്യത്തെ ബോഡി നമ്മൾ അടക്കം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. അതിന് നിയോഗിക്കപ്പെട്ടതായിരിക്കുന്ന PPE കിറ്റ് ധരിച്ചതായ ആളുകൾ മാത്രം ആ ബോഡി എടുത്ത് അടക്കം ചെയ്യേണ്ടതായിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം അടുത്ത ബോഡി എടുക്കും. ആ രീതിയിലാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. വളരെ വേഗതയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. ഇത് കഴിഞ്ഞാൽ 14 മൃതദേഹങ്ങളുടെ അടക്കം ചെയ്യലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരാളും താഴോട്ട് പോകേണ്ടതില്ല. അതിന് നിശ്ചയിക്കപ്പെട്ട വോളണ്ടിയർമാർ മാത്രം ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ അടക്കം ചെയ്യും. ഒരാളും അവിടെ താഴോട്ട് പോകേണ്ടതില്ല. അതിന് നിയോഗിക്കപ്പെട്ട വോളണ്ടിയർമാർ മാത്രം താഴോട്ട് പോയാൽ മതി. ബോഡിയുടെ കൂടെ വെക്കേണ്ടതായിരിക്കുന്ന വിവരങ്ങളടങ്ങിയതായ ബോട്ടിൽ ഉദ്യോഗസ്ഥന്മാർ അതാത് ബോഡികൾക്കടുത്തേക്ക് എത്തിക്കാനുള്ള അടിയന്തര നടപടി ഉദ്യോഗസ്ഥ തലത്തിൽ സ്വീകരിക്കണം. താഴെ ഒരാളും വഴി തടസ്സപ്പെടുക. വഴിയിൽ നിന്ന് മുഴുവൻ മാറി നിൽക്കണം.
സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷം ഓരോ മൃതദേഹങ്ങളും അന്ത്യവിശ്രമ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. സർവ്വമത പ്രാർത്ഥന കഴിഞ്ഞു. അതിനുശേഷം സംസ്ഥാന സർക്കാരിൻ്റെതായ ആദരം അർപ്പിച്ചു. അതിനുശേഷമാണ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട തിരിച്ചറിയാത്തവരുടെ കൂട്ട സംസ്കാരം ആണ് ഇപ്പോൾ പുത്തുമലയിലെ ഹാരിസൺസ് പ്ലാന്റേഷന്റെ ഭൂമിയിൽ നടക്കുന്നത്.